ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. T20 വേൾഡ് കപ്പ് ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ 96 റൺസിന്റെ വിജയവുമായി മൂന്നാം തവണയും ചാമ്പ്യന്മാരായിരിക്കുന്നു. ടോസ് നേടിയ ന്യൂസിലൻഡ് ഇന്ത്യ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത സഞ്ജു സാംസണും അഭിഷേകും അർദ്ധ സെഞ്ചുറികൾ നേടി. സഞ്ജു സാംസൺ 46 പന്തിൽ 89 റൺസാണ് നേടിയത്. 8 സിക്സുകളും 5 ഫോറുകളുമായിരുന്നു ആ ഇന്നിംഗ്സിലുണ്ടായിരുന്നത്. അഭിഷേക് ശർമ്മ 21 പന്തിൽ 52 റൺസുമായി പുറത്തായി. 3 സിക്സും 6 ഫോറും അടങ്ങുന്നതായിരുന്നു അഭിഷേക് ശർമ്മയുടെ ഇന്നിംഗ്സ്. 4 ഫോറും 4 സിക്സും അടക്കം ഇഷാൻ കിഷൻ 24 പന്തിൽ 54 റൺസ് നേടിക്കൊണ്ട് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ കരുത്തുകാട്ടി. ഫിനിഷർ റോളിലെത്തിയ ശിവം ദുബെ നേരിട്ട 8 പന്തിൽ 26 റൺസ് നേടിക്കൊണ്ടാണ് ഇന്ത്യയുടെ സ്കോർ 255 എത്തിയത്. 255 മറികടക്കാനെത്തിയ ന്യൂസിലൻഡിനെ ഇന്ത്യൻ ബൗളിംഗ് നിര എറിഞ്ഞിട്ടു. 159 റൺസിനായിരുന്നു 19 ഓവറുകളിൽ ഇന്ത്യൻ ബൗളിംഗ് ന്യൂസിലൻഡിന്റെ ബാറ്റിംഗ് നിരയെ എറിഞ്ഞിട്ടത്. 96 റൺസിന്റെ വിജയം. 4 ഓവറിൽ വെറും 15 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകൾ എടുത്ത ബുംറ തന്നെയാണ് ബൗളിങ്ങിന് മുന്നിൽ നിന്ന് പടനയിച്ചത്. 3 ഓവറിൽ 27 റൺസിന് 3 വിക്കറ്റ് എടുത്ത അക്സർ പട്ടേലും ബൗളിംഗ് നിരയിൽ കരുത്തുകാട്ടി. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 33 പന്തിൽ സെഞ്ചുറി നേടിയ ഫിൻ അലനെ വെറും 9 റൺസിനാണ് അക്സർ പട്ടേൽ മടക്കിയത്. ടിം സൈഫേർട്ടും ക്യാപ്റ്റൻ സാർട്ട്നറും മാത്രമാണ് അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. ടിം സൈഫേർട്ട് 26 പന്തിൽ 52 റൺസ് നേടി പുറത്തായി. 5 സിക്സുകളും 2 ഫോറുകളും അടങ്ങുന്നതായിരുന്നു ആ ഇന്നിംഗ്സ്. സാർട്ട്നർ 37 പന്തിൽ 43 റൺസ് എടുത്തു പുറത്തായി. ഒരവസരത്തിലും ഇന്ത്യക്കുമേൽ ആധിപത്യം ഉറപ്പിക്കാൻ ന്യൂസിലൻഡിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ന്യൂസിലൻഡ് ടോസ് ലഭിച്ച് ഇന്ത്യ ബാറ്റിംഗിന് അയച്ചത് തന്നെ മണ്ടത്തരമായി പോയി എന്ന് വേണം പറയാൻ. മാത്രമല്ല, ന്യൂസിലൻഡ് പ്ലേയിങ് 11 ഒരു അനാവശ്യ മാറ്റവും വരുത്തിയിരുന്നു. കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സെമി ഫൈനലിൽ 1 ഓവറിൽ 9 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് നേടിയ കോൾ മക്കൻജിയെ മാറ്റിക്കൊണ്ട് ജേക്കബ് ഡഫിയെ 11 എത്തിച്ചിരുന്നു. അതിന് കനത്ത വില നൽകേണ്ടി വന്നു. ജേക്കബ് ഡഫി 3 ഓവറുകൾ പന്തെറിഞ്ഞ് 42 റൺസാണ് വിട്ടുകൊടുത്തത്. അതും ന്യൂസിലൻഡിന് തിരിച്ചടിയായി. ഇന്ത്യ ഇന്ന് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ദിനം തന്നെയായിരുന്നു അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത്. നിർണായക സമയത്ത് പ്ലേയിങ് 11-ലെത്തി ടീമിന് വേണ്ടി പോരാട്ടം നടത്തിയ സഞ്ജു സാംസൺ തന്നെയാണ് ഈ വേൾഡ് കപ്പിന്റെ താരമായി മാറുന്നത്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.